ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എജുബോർഡ്. ഒരിക്കൽ കൂടി മക്കളെ എല്ലാവർക്കും എജുബോർഡിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ എനിക്കൊരു പാട്ടാണ് ഓർമ്മയിൽ വന്നത്. പാട്ട് വേറെ ഒന്നുമല്ല, ചിലപ്പോൾ അതിന് ശ്രുതിയും താളൊന്നും ഉണ്ടാവില്ല, പക്ഷെ സംഗതി ഇത്രയേ ഉള്ളൂ. നോക്കിക്കൊള്ളട്ടാ, സംഗതി എന്തായിരുന്നു? യെസ്, എത്ര വരച്ചിട്ടും കാണാൻ വയ്യെന്നോ, കണ്ടില്ലെന്നാലും കാണാമറയത് ഞാനില്ലേ. അപ്പോൾ എത്ര വരച്ചിട്ടും ശരിയാകാത്തവരും ശരിയായ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇനി ചിലവർക്ക് ശരിയാവും, ചിലവർക്ക് ശരിയാവില്ല എന്നൊന്നും സംഗതിയൊന്നുമില്ല. എല്ലാവരും റെഡി ആകാൻ പോവാണ്. അപ്പം ആ ചോദ്യം ഏതാണെന്ന് ഞാൻ കാണിച്ചു കേട്ടോ. ചോദ്യം ഇതാണ്. നിങ്ങളോട് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കും, ഒരു ഗിവൺ ഡാറ്റ തന്നിട്ട് നിങ്ങളോട് പറയും ഒജീവ് വരയ്ക്കുക, ഒജീവ് വരയ്ക്കുക, ഒജീവ് വരയ്ക്കുക, ഒജീവ് വരയ്ക്കുക. അല്ലെങ്കിൽ നിങ്ങളോട് പറയും ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവും മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവും. എന്താണ് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവും മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കർവും നിങ്ങളോട് വരയ്ക്കാൻ പറയും. പരീക്ഷയ്ക്ക് എത്ര വരച്ചാലും വൃത്തിയായിട്ട് കിട്ടാത്ത ഒരുപാട് പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മക്കളെ. അല്ലെങ്കിൽ ഇത് വൃത്തിയായിട്ട് വരച്ചിട്ടും ഇനിയും ഡൗട്ട് അടിച്ച് നിൽക്കുന്ന ഒരുപാട് പേരുണ്ടെങ്കിൽ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അബ്സല്യൂട്ട്ലി ക്രിസ്മസിൻ്റെ സമ്മാനമായിട്ട് ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കോളൂ, എങ്ങനെയാണ് നമ്മൾ ഒജീവ് വരക്കേണ്ടത് പറഞ്ഞുതരാം. നോക്കിക്കോളൂടാ. അപ്പോൾ ആദ്യം ഒജീവിനെ കുറിച്ചുള്ളൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുന്നതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് രണ്ട് തരത്തിലാണ് ഒജീവ് ഉണ്ടാവുക. ഒന്ന് ലെസ് ദാൻ ഒജീവും, മറ്റൊന്ന് മോർ ദാൻ ഒജീവും. ഓക്കെ, ലെസ് ദാൻ ഒജീവ്, മോർ ദാൻ ഒജീവ്. അതെന്താണെന്ന് വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞു തരത്തന്നെ നിങ്ങൾക്കറിയാം. ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ചെറുത്, മോർ ദാൻ എന്ന് പറഞ്ഞാൽ വലുത്. ഇതായിരിക്കും നമ്മുടെ മൈൻഡിൽ സ്റ്റോറേജ് വെച്ചിട്ട് പണ്ട് തൊട്ടേ ഉള്ള ഇമേജ്. എന്നാൽ അത് നമ്മൾ മാറ്റാൻ പോണേ ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ മോർ ദാൻ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നോക്കണേ, ഞാൻ 3 ആൾക്കാരെ ഇവിടെ വരയ്ക്കുകയാണ്. 3 ആൾക്കാരെ വരയ്ക്കുകയാണ്. ഇതാ 1 2 3 പേര്. 3 പേരെ ഞാൻ വരച്ചു. ഇനി ഇയാളുടെ പേര് എന്ന് പറഞ്ഞാൽ ബാമ. ഒന്നാമത്തെ ആളുടെ പേര് ബാമ, ഇയാളുടെ പേര് രാധ, ഇയാളുടെ പേര് എന്താ പേരാ? ഓക്കെ, നാണി. ഓക്കെ, നമ്മുടെയൊക്കെ നാട്ടിലെ പേരാണ് കേട്ടത്. അപ്പോൾ 3 പേരുണ്ട്, ബാമ, രാധ, നാണി. ബാമ, രാധ, നാണി എന്ന് പറഞ്ഞിട്ട് 3 പേര് നിൽക്കുന്നുണ്ട്. 3 പേരും 3 ഹൈറ്റ് ഉള്ളവരാട്ടോ. 3 പേരും 3 ഹൈറ്റ് ഉള്ളവരാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ പറഞ്ഞിരിക്കുന്ന രാധയേക്കാൾ ഉയരമുള്ള ആൾ എന്ന് പറയുമ്പോൾ ആരാണ്? അത് നാണിയാണ് അല്ലേ. രാധയേക്കാൾ ഉയരം കൂടുതൽ നാണിക്കാണ്. അപ്പോൾ നമുക്ക് രാധയേക്കാൾ കൂടുതൽ അഥവാ മോർ ദാൻ എന്ന് പറയുന്നത് കൂടുതലുള്ളത്. അപ്പോൾ ഒന്നിനേക്കാൾ കൂടുതൽ ഒരു നമ്പർ ഉണ്ടാവും, ആ നമ്പറിനേക്കാൾ കൂടുതൽ വരികയാണെങ്കിൽ അതാണ് മോർ ദാൻ. അപ്പോൾ ലെസ് ദാൻ എന്തായിരിക്കും? ഒന്നിനേക്കാൾ കുറവുള്ളത്. അപ്പോൾ രാധയേക്കാൾ കുറവുള്ളത് ആരാണ്? അത് ബാമയാണ് അല്ലേ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ മോർ ദാൻ ഒജീവും ലെസ് ദാൻ ഒജീവും വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ലെസ് ദാൻ എന്ന് പറയുമ്പോൾ 1ന്റെ താഴത്തേക്കാണ് പറഞ്ഞത്, മോർ ദാൻ എന്ന് പറയുമ്പോൾ 1ന്റെ മുകളിലേക്കാണ് പറഞ്ഞത്. അപ്പോൾ ആ സെലക്ട് ചെയ്യുന്ന ഒന്ന് എന്താണെന്ന് തിരിച്ചറിയണം അല്ലേ. അപ്പോൾ അതിന് നമുക്ക് വേറൊരു ട്രിക്കും കൂടി ഉണ്ട് മക്കളെ. വേറെ ഒന്നുമല്ല, ക്വസ്റ്റ്യൻ എന്താ ഇവിടെ തന്നിട്ടുണ്ട്, ഡാറ്റ തന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ മുൻപ് തന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയും, പരീക്ഷയ്ക്ക് മീഡിയൻ കൂടി നിങ്ങളോട് ലൊക്കേറ്റ് ചെയ്യാൻ പറയും. ഓക്കെ, ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ 2022 8 മാർക്കിന് ചോദിച്ച ചോദ്യമാണ് ഞാനിവിടെ തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, നമുക്കിവിടെ ചോദിച്ചു തന്നിരിക്കുന്നത് ഒരു ക്ലാസ്സും ഫ്രീക്വൻസി ആയിരിക്കും തന്നിട്ടുണ്ടാവുക. പൊതുവെ അങ്ങനെയാണ് ചോദ്യം തരിക. ഇതൊരിക്കലും എന്ത് ചെയ്യില്ല, കണ്ടിന്യൂസ് ഡാറ്റയിലല്ലാതെ ഡിസ്ക്രീറ്റ് ഡാറ്റയിലും റോ ഡാറ്റയിലും തരില്ല. കാരണം ഒജീവ് വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഈ പറഞ്ഞ ക്ലാസ് തന്നെ വേണം. ഓക്കെ, അപ്പോൾ ക്ലാസ്സിന് നമുക്കറിയാം, ഒരു ക്ലാസ് നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം ആ ക്ലാസ്സിന് എന്തായിരിക്കും? ഒരു ലോവർ ലിമിറ്റും ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ എന്തായിരിക്കും? ആ ഒരു ക്ലാസ്സിന് അപ്പർ ലിമിറ്റും ഉണ്ടായിരിക്കും. ഇത് എന്നേക്കാളും നന്നായിട്ട് അറിയുന്ന ആൾക്കാർ നിങ്ങൾ തന്നെയാണ്. ഒരു ക്ലാസ്സിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ക്ലാസ്സിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഇത്ര മാർക്ക് മുതൽ ഇത്ര മാർക്ക് വരെയുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ തിരിക്കുകയാണ്. കഴിഞ്ഞ ഓണപരീക്ഷയ്ക്ക് 80-ൽ 10 മുതൽ 20 വരെ മാർക്ക് കിട്ടിയ ഒരു ഗ്രൂപ്പ്, 20 മുതൽ 30 വരെ കിട്ടിയ ഒരു ഗ്രൂപ്പ്. അങ്ങനെ തിരിക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുക, 10 മുതൽ ആദ്യം നമ്മൾ 0 മുതലാണ് തുടങ്ങുന്നത്. 0 1 2 3 4 5 6 7 8 9 10 11 ഇങ്ങനെ പോകുകയായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ ഗ്രൂപ്പ് ആക്കാൻ പോകുന്നത് 0 മുതൽ 10 വരെ ഒരു ഗ്രൂപ്പ്, 10 മുതൽ 20 വരെ വേറെ ഗ്രൂപ്പ്, 20 മുതൽ 30 വരെ വേറെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് മാർക്ക് അടിസ്ഥാനത്തിലിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പറഞ്ഞിരിക്കുന്ന 0 മുതൽ 9 വരെ എല്ലാവർക്കും അറിയാം. 0 മുതൽ 9 വരെ എല്ലാവരും വരും. നോക്കിയേ, ഇതുവരെ എല്ലാവരും വരുന്നത് 0 മുതൽ 10 വരെയുള്ള ഗ്രൂപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഒരു ഡൗട്ട് ഇതാണ്, 10നെ നമ്മളിപ്പോൾ എവിടെ ഉൾപ്പെടുത്തണം? 10നെ ഇവിടെ ഉൾപ്പെടുത്തണോ അടുത്ത ക്ലാസ്സിൽ ഉൾപ്പെടുത്തണം? ഡൗട്ട് അടിച്ച് നിൽക്കായിരിക്കും. നിങ്ങൾ ഒരു ഡൗട്ടും വെക്കേണ്ട. ഇത്രയുള്ള സംഗതി, ഈ 10 അടുത്ത ക്ലാസ്സിലേക്ക് പോകേണ്ട ആളാണ്. അയാൾ 10 മുതൽ 20 വരെയുള്ള ഗ്രൂപ്പിലാണ് പെടുന്നത് കേട്ടോ. അപ്പോൾ 0 to 10, 10 to 20 എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്ക്ലൂസീവ് ക്ലാസ് ആണ് വരുന്നതെങ്കിൽ,
ഒരു ക്ലാസ്സിൻ്റെ വാല്യൂ അപ്പുറത്തെ ക്ലാസ്സിന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ആ വാല്യൂവിൻ്റെ അപ്പർ ലിമിറ്റ് വരുമ്പോൾ ഇവിടെ 10 വന്നല്ലോ, ഈ 10 ഒരിക്കലും ഇവിടെ ഉൾപ്പെടുത്തിയത് പകരം എങ്ങോട്ട് കൊടുക്കണം, അടുത്ത ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് ആയിട്ട് നമ്മളവിടെ ചേർക്കണം. അപ്പോൾ 0 മുതൽ 10 വരെയുള്ള വാല്യൂ ആണെങ്കിൽ അതിൽ എത്ര വരെ ചേർത്താൽ മതി, 0 മുതൽ 9 വരെയുള്ള വാല്യൂസ് ചേർത്താൽ മതി. 10 അവിടെ ചേർക്കരുത്, 10 അപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോയി കൊടുക്കണം. ഓക്കെ, ഈ ഒരു ലോജിക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഇനി നമുക്ക് ഓരോന്ന് കൃത്യമായിട്ട് ചെയ്യാം. ക്ലാസ്സിനെ കുറിച്ച് നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ടേബിൾ ഒന്ന് ചെയ്ത് നോക്കാം. അതിനാദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റ് എന്താണെന്ന് അറിയണം. ഓക്കെ, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നിങ്ങൾക്ക് അറിയുന്ന സ്ഥിതിക്ക് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ലോവർ ദാനും ലെസ് ദാനും മോർ ദാനും പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ 0 മുതൽ 10, 10 മുതൽ 20, 20 മുതൽ 30 എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഓക്കെ, 10, 16, 40 എങ്ങനെയാണ് ഫ്രീക്വൻസി, 10, 16, 40. ഇനി നിങ്ങൾ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ലെസ് ദാനും മോർ ദാനും എടുക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ കുറവാണ് വേണ്ടത് അല്ലേ. ലെസ് ദാൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്, കുറവാണ് വേണ്ടത്. ഓക്കെ, ലെസ് ദാൻ എന്ന് പറയുമ്പോൾ കുറവാണ് വേണ്ടത്. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കുക, നമ്മൾ കുറച്ച് ആൾക്കാരെ കൂട്ടത്തിൽ നിർത്തി ഏറ്റവും കുറഞ്ഞ ആളെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, അതിൻ്റെ തൊട്ട് മുമ്പുള്ള ആളെന്ന് അടിക്ക് നോക്കുകയാണ് ചെയ്യല്ലേ. അതേപോലെ മക്കളെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക, ലെസ് ദാൻ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, അപ്പർ ലിമിറ്റ് എടുക്കുക. ഓക്കെ, ലെസ് ദാൻ എന്ന് പറയുമ്പോൾ അപ്പർ ലിമിറ്റ് എപ്പോഴും എടുക്കാൻ നോക്കുക. മോർ ദാൻ എപ്പോഴും പറയുമ്പോൾ, ഓക്കെ, മോർ ദാൻ നമ്മളോട് എപ്പോൾ ചോദിക്കുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ലോവർ ലിമിറ്റ് എടുക്കുകയും ചെയ്യാം. അപ്പോൾ ലോവർ ലിമിറ്റ് എടുക്കുക, അപ്പർ ലിമിറ്റ് എടുക്കുക എന്ന് പറഞ്ഞത്. അപ്പോൾ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എന്താണെന്ന് അറിയണ്ടേ, പറഞ്ഞു തരാം. ഒരു ക്ലാസ്സിൻ്റെ ഏറ്റവും ഉയർന്ന വാല്യൂ ആണ് അപ്പർ ലിമിറ്റ്. നോക്കിയേ, ഇതാണ് ഇവിടുത്തെ അപ്പർ ലിമിറ്റ്, ഇതാണ് ഇവിടുത്തെ അപ്പർ ലിമിറ്റ്, ഇതാണ് ഇവിടുത്തെയും അപ്പർ ലിമിറ്റ്. ഓക്കെ, ഇനി ഒരു ക്ലാസ്സിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂനാണ് എന്ത് പറയുന്നത്, ലോവർ ലിമിറ്റ്. ഇവിടെ 0 ആണ് ലോവർ ലിമിറ്റ്, ഇവിടെ 10 ആണ് ലോവർ ലിമിറ്റ്, ഇവിടെ 20 ആണ് ലോവർ ലിമിറ്റ്. അപ്പോൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും മനസ്സിലായ സ്ഥിതിക്ക് അത് വെച്ച് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ലെസ് ദാൻ പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പർ ലിമിറ്റിൽ വേണം ചെയ്യാൻ. മോർ ദാൻ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം, ലോവർ ലിമിറ്റിൽ വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ സംഗതി ഇത്രേ ഉള്ളൂ. ഞങ്ങൾ ഓർത്ത് വെച്ചിരുന്നത് ഒന്ന് മോളി എന്നായിരുന്നു. ഒന്നെന്തായിരുന്നു, മോളി. മോളി എന്ന് പറഞ്ഞാൽ എന്താണ്, മോളി എന്ന് പറഞ്ഞാൽ മോർ ദാനും, ലീ എന്ന് പറഞ്ഞാൽ എന്താണ്, മോളി എന്ന് പറയുമ്പോൾ ലോവർ ലിമിറ്റിൻ്റെ ലീ ആണ് ചേർത്തിരുന്നത് കേട്ടോ. ഇനി അപ്പർ ലിമിറ്റിന് വേറെ നമ്മൾ നോക്കി വെച്ച മാതിരിക്കൊന്നും വേണ്ട, ലെസ് ദാൻ കൊടുത്ത പോലെ വേണ്ട. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ലുലു എന്ന് കൊടുക്കാം. എന്ത് കൊടുക്കാം, ലുലു എന്ന് കൊടുക്കാം. ഓക്കെ, ലുലു എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ ആകുമ്പോൾ അപ്പർ ലിമിറ്റ് അഥവാ യു എന്ന് ചേർക്കുന്ന പോലെ വേണമെങ്കിൽ അങ്ങനെ ചേർത്തേക്കാം. ഒന്നുകിൽ മോളിൽ നിന്ന് പഠിച്ചേക്കുക, അല്ലെങ്കിൽ എൻ്റെ ലുലു എന്ന് പഠിച്ചേക്കുക. ഓക്കെ, ലോവർ ലിമിറ്റ് ആണെങ്കിൽ ലെസ് ദാൻ, അപ്പർ ലിമിറ്റ് ആണെങ്കിൽ മോർ ദാൻ, അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാലും മതി. ഓക്കെ, ഇത്രയും ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, ഓക്കെ, ഓരോന്നായിട്ട് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ക്ലാസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നത്, ലെസ് ദാൻ. ഓക്കെ, ലെസ് ദാൻ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, ലെസ് ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കാണാൻ വന്നത്. ഇനി നിങ്ങൾ അറിയേണ്ട ഒരു ടേം ഉണ്ട്, ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. നമ്മളതിനെ CF എന്നാണ് സൂചിപ്പിക്കാറുള്ളത്. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ സംഗതി ഇത്രേ ഉള്ളൂ, 2 or 3 ഫ്രീക്വൻസികൾ പരസ്പരം കൂട്ടി എഴുതുന്നതിന് പറഞ്ഞവരാണ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രീക്വൻസി എന്ന് പറയുന്നത് നോക്കണം, 2, 3, 5, 8. അതിൻ്റെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ കാണുകയാണെങ്കിൽ പരസ്പരം കൂട്ടിയാണ് എഴുതുക. 2 ആദ്യം എഴുതും, 2, 3 എത്രയാണ്, 5 എഴുതും, 5, 5, 10 എഴുതും, 10, 8, 18 എഴുതും. ഇങ്ങനെ ഫ്രീക്വൻസി കൂട്ടി എഴുതുന്നതിന് പറഞ്ഞവരാണ് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. കൂട്ടി എഴുതുക. ക്യൂമുലേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ആവർത്തിക്കുക അല്ലെങ്കിൽ കൂട്ടുക എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, സഞ്ചിതാവൃത്തി എന്നാണ് പറയുക. എന്താ പറയുക, സഞ്ചിതാവൃത്തി എന്നാണ് ഇതിൻ്റെ മലയാളം. ഓക്കെ, സഞ്ചിതാവൃത്തി. ഓക്കെ, ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഇനി അറിയില്ലെങ്കിൽ പോലും ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഇതാണെന്ന് പഠിക്കുക. ഫ്രീക്വൻസി കൂട്ടി എഴുതുന്നതിന് പേരാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ലെസ് ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ. ഞാൻ പറഞ്ഞു ലെസ് ദാൻ കണ്ടുപിടിക്കാൻ നമുക്ക് ആരെയാണ് വേണ്ടത്, അപ്പർ ലിമിറ്റ് ആണോ വേണ്ടത്, ലോവർ ലിമിറ്റ് ആണോ വേണ്ടത്. ലെസ് ദാൻ ആണെങ്കിൽ ലെസ് വെച്ചിരുന്ന അല്ലേ, ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ലുലു ആണ്, L for L എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് ദാൻ ആകുമ്പോൾ നമ്മൾ എന്ത് വെച്ചാൽ കണ്ടുപിടിക്കുന്നത്, ലോവർ ലിമിറ്റ് ആണോ അപ്പർ ലിമിറ്റ് ആണോ, അപ്പർ ലിമിറ്റാണ് പറഞ്ഞത്. അപ്പോൾ നോക്കുക ആരാണ് വേണ്ടത്, ലെസ് ദാൻ ആകുമ്പോൾ നമുക്ക് വേണ്ടത് അപ്പർ ലിമിറ്റ് ആണ് വേണ്ടത്. അപ്പോൾ അപ്പർ ലിമിറ്റ് വെച്ചുള്ള വാല്യൂസ് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് 10നേക്കാൾ കൂടുതലുള്ള ഫ്രീക്വൻസി നോക്കുന്നത്. 10ന് മുകളിൽ വരുന്ന ഫ്രീക്വൻസികളെല്ലാം നോക്കാം നമുക്കിവിടെ. നോക്കിയാൽ നിങ്ങളുടെ 10ന് മുകളിൽ വരുന്ന ഫ്രീക്വൻസി വരുമ്പം ഈ പറഞ്ഞിരിക്കുന്ന ഫ്രീക്വൻസി 10 വരെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ജസ്റ്റ് നിങ്ങൾ നോക്കുക, നമ്മളൊരു 10 നിലയുടെ ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അതിൽ നമ്മൾ ഓരോ ഗ്രൂപ്പായിട്ട് തിരിക്കട്ടോ, 0 മുതൽ 10 വരെ, 10 മുതൽ 20 വരെ, 20 മുതൽ 30 വരെ, 30 മുതൽ 40 വരെ, 40 മുതൽ 50 വരെ. ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് പോകുന്നത് വിചാരിക്കാം. ഈ പറഞ്ഞ ഓർഡറിലാണ് പോകുന്നത് വിചാരിക്കാം. ഇനി 0ൻ്റെയും 10ൻ്റെയും ഇടയിൽ എത്ര ആൾക്കാർ നിൽക്കുന്നുണ്ട്, അത് നമുക്കിവിടെ തന്നു 10 പേരാണ് നിൽക്കുന്നത്. 10നും 20നും ഇടയിൽ 16 പേര് നിൽക്കുന്നുണ്ട്. 20നും അതേപോലെ തന്നെ ഈ പറഞ്ഞ 30നും ഇടയിൽ 40 പേര് നിൽക്കുന്നുണ്ട്. 30നും 40നും ഇടയിലായിട്ട് 22 പേര് നിൽക്കുന്നുണ്ട്. ഇനി ഈ പറഞ്ഞ 40നും 50നും ഇടയിലായിട്ട് 12 പേരും അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം നോക്കുന്നതാണ് ലെസ് ദാൻ. ഓക്കെ,
നമ്മൾ ആദ്യം നോക്കുന്നത് ലെസ് ദാനും അതേപോലെ തന്നെ മോർ ദാൻ ആണ് നോക്കുന്നത്. മോർ ദാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ നോക്കുക, മോർ ദാൻ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ചെറിയ സംഖ്യയുടെ മുകളിലേക്ക് പോകുന്നത്, ലെസ് ദാൻ എന്ന് പറയുമ്പോൾ വലിയ സംഖ്യയുടെ താഴത്തേക്ക്. അപ്പോൾ നിങ്ങൾ നോക്കുക, ലെസ് ദാൻ 10 എന്ന് പറഞ്ഞാൽ എന്താണ്, 10ന് താഴെ എത്ര വരുന്നത്, 10ന് താഴെ ഒരു 10 മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആദ്യം വരിക 10 ആയിരിക്കും. ഇനി അടുത്ത ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ എടുക്കുന്നത് എത്രയാണ്, അത് 20 ആണ് എടുക്കുന്നത്. ഓക്കെ, 20ന്റെ താഴെ എത്ര ഫ്രീക്വൻസി വരിക, അപ്പോൾ നമ്മൾ 16 എന്ന് എഴുതരുത്. കാരണം നിങ്ങൾ നോക്കുക, ഈ പറഞ്ഞ 20 എന്ന് പറഞ്ഞ സംഖ്യയുടെ അവിടെ നിൽക്കുന്ന ഒരാൾ, ഓക്കെ, ഇയാൾ ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ എന്തൊക്കെ കാണും, അയാൾ ഇവിടെ നിൽക്കുന്ന 16 ആൾക്കാരെയും കാണും, ഇവിടെ നിൽക്കുന്ന 10 ആൾക്കാരെയും കാണും. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്രയും മാറും, 10 + 16 26 വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, അപ്പോൾ എന്താ എഴുതേണ്ടത്, 10 + 16 എത്ര വരും, 26 എന്ന് എഴുതണം. ഓക്കെ, ഇനി അടുത്ത ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ നോക്കുകയാണെങ്കിൽ എത്ര വരുന്നത്, 30 ആണ് അല്ലേ. 30 വരുമ്പോൾ എത്ര എഴുതാ, ഈ 40 ആണ് എഴുതേണ്ടത്, അല്ല, നേരത്തെ നമ്മൾ എഴുതി വെച്ചിരുന്ന 10 + 16 + 40 വേണം എഴുതാൻ. അപ്പോൾ എത്ര കിട്ടും, 66 എന്നാണ് വരിക, 66 എന്ന് വരിക. അതെങ്ങനെ കിട്ടിയത്, വേറെ ഒന്നുമല്ല, ഈ 30ന്റെ താഴത്തേക്ക് നോക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടുള്ള ആൾക്കാരുടെ മുഴുവൻ എണ്ണം എടുക്കുക, 40ഉം 16ഉം 56, 56ഉം 10ഉം 66, അങ്ങനെയാണ് 66 എഴുതുന്നത്. ഇനി അടുത്ത അപ്പർ ലിമിറ്റ് എത്ര വരുന്നത്, 40 ആണ്. ഈ 40ന്റെ അവിടെ നമ്മൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുമ്പോൾ എത്ര വരിക, ഈ പറഞ്ഞതുപോലെ 10 + 16 + 40 + പിന്നെ ഇവിടെ പറഞ്ഞ 22, മൊത്തം എത്ര വരും, 66ഉം 22 ആകുമ്പം 88 എന്ന് വരും. ഓക്കെ, ഇനി അവസാനമായിട്ട് എത്ര ഉള്ളത്, നമ്മുടെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 50 ആണുള്ളത്. 50ന് താഴെ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ 50ാമത്തെ നിലയിൽ നിൽക്കുന്ന ഒരാളുണ്ട്. ഓക്കെ, അയാളുടെ താഴെയാണ് എല്ലാവരും വരുന്നത് അല്ലേ, അതായത് ഈ പറഞ്ഞ എല്ലാവരും അതിൽ വരും. അപ്പോൾ നമ്മൾ കൂട്ടി നോക്കാം, 12ഉം 22ഉം എത്ര വരും, 34, 34ഉം 40ഉം 74, 74ഉം 6ഉം 80, 80ഉം 10 90, 90ഉം 10 100 പേര് വരും. അപ്പോൾ എത്ര വരും, 100 പേരാണ് അവിടെ വരുന്നത്. ആ 100 പേരെ ഞാൻ എഴുതാണ് 10 + 16 + 40 + 22 + 12 എത്ര പേര് വന്നു, 100 പേര് വന്നു. അപ്പോൾ ടോട്ടൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ്, 100 ആണെന്ന് കിട്ടിക്കഴിഞ്ഞു. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുകയാണ്. മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണാൻ വളരെ എളുപ്പമാണ് മക്കളെ. എന്താ സംഗതി വെച്ചാൽ പറഞ്ഞുതരാം. മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ പറഞ്ഞു, ലെസ് ദാൻ എടുത്തത് അപ്പർ ലിമിറ്റ് ആണെങ്കിൽ മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് നമ്മൾ എന്താ എടുക്കേണ്ടത്, ലോവർ ലിമിറ്റ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ ഓരോന്നിൻ്റെയും ലോവർ ലിമിറ്റ് വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഓരോ ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ലോവർ ലിമിറ്റ് 0 അല്ലേ, 0 എന്ന് പറയുന്ന ഒരു സംഖ്യ ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ഈ പറഞ്ഞ 0ൻ്റെ മുകളിലേക്കാണ് എല്ലാ നമ്പറുകളും വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ എല്ലാ നമ്പറും നിൽക്കുന്ന എവിടെയാണ്, 0ൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഈ പറയുന്ന 0ൻ്റെ മുകളിലാണ് എല്ലാ ആളുകളും നിൽക്കുന്നത് അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 100 പേരും 0ൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ എഴുതുക 0 എന്ന് പറഞ്ഞിടത്ത് എത്ര വരുന്നത്, 100 ആണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അവിടെയുള്ള ടോട്ടൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ എഴുതി വെക്കണം വേണ്ടത്. ഇനി അടുത്ത 10, ഓക്കെ, അവിടെ എത്തി നമ്മൾ 10 എന്ന് പറയുന്ന നിലയ്ക്ക് എത്തി. അവിടെ നിന്ന് നോക്കുമ്പോൾ പിന്നെ എന്താണ്, ഈ പറഞ്ഞ ആൾക്കാർ ഉൾപ്പെടില്ല. ആരാ ഉൾപ്പെടാത്ത, വേറെ ആരുമല്ല, നമ്മൾ ഈ പറഞ്ഞിരുന്ന ഫസ്റ്റ് നമ്മൾ പറഞ്ഞിരുന്ന ഇവരുണ്ടല്ലോ, ഈ 10 പേര് അതിൽ ഉൾപ്പെടില്ല. കാരണം എന്താ, ഈ 10ൻ്റെ മുകളിലേക്കുള്ളവർ മതി. മോർ ദാൻ 10 എന്ന് പറഞ്ഞാൽ എന്താണ്, 10ൻ്റെ മുകളിലുള്ളവർ. അത് ആരൊക്കെ ഉണ്ടാവുള്ളൂ, 10ൻ്റെ മുകളിൽ 20, 30, 40, 50 വരുള്ളൂ. 10ൻ്റെ മുകളിലേക്ക് വരുള്ളൂ, ബാക്കിയില്ല. താഴേക്കുള്ള 0ൻ്റെ ഇടയിലുള്ള 10 ഒന്നും അവിടെ വരില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സിമ്പിളായിട്ട് ഈ പറഞ്ഞ 100 ഉണ്ടല്ലോ, നേരത്തെ എഴുതിയ 100, ആ 100ൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം, അടുത്ത ഫ്രീക്വൻസി കുറക്കണം. 100 - 10 എത്ര വരിക, 100 - 10 എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടും 90 എന്ന് കിട്ടും. ഇനി അടുത്ത ക്ലാസ്സിൻ്റെ എത്രയാണ്, 20 ആണ് ലോവർ ലിമിറ്റ് അല്ലേ. അപ്പോൾ 20ക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും നമ്മൾ ഇങ്ങോട്ടെത്തി. അപ്പോൾ എന്ത് ചെയ്യും, അതിൻ്റെ മുകളിലേക്കുള്ള ആൾക്കാർ മാത്രം മതി, താഴേക്കുള്ളവർ വേണോ, വേണ്ട. അപ്പോൾ എത്രയും മാറും, ഈ പറഞ്ഞ 20ൻ്റെ മുകളിലേക്കുള്ള ആൾക്കാർ എന്ന് പറയുമ്പോൾ എത്രയും 40 + 22 + 12 എത്ര വരിക, 40, 22, 62, 62, 64, 74 പേര് എന്ന് വരിക. എത്ര വരിക, 74 പേര്. അതെങ്ങനെ കിട്ടുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോളും. ഈ പറഞ്ഞ 90 അല്ലേ ഇനി ഉണ്ടാവുക, ആ 90 നമ്മൾ എന്ത് ചെയ്യും, 16 കുറക്കും. 90ന് 16 കുറച്ചാൽ ബാക്കി എത്ര ഉണ്ടാവുക, 74 ആണ് ഉണ്ടാവുക. ഇനി അടുത്ത എത്രയായിരിക്കും വരിക, 74 ആയിരിക്കും. ആ 74 എത്ര കുറക്കണം, 40 കുറക്കണം. 40 ആണ് നമ്മൾ കുറക്കേണ്ടത്. അപ്പോൾ എത്ര വരിക, 34 എന്ന് വരും. ഇനി 34 ആണ് അടുത്ത് എഴുതുക. ഈ 34 നമ്മൾ എത്ര കുറക്കണം, 34 നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ 22 കുറക്കണം. 22 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവുക, 12 എന്നാണ് ഉണ്ടാവുക അല്ലേ. എത്ര ഉണ്ടാവുക, 12 എന്ന് മാത്രമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യണം, നമ്മൾ ഈ പറഞ്ഞ ലെസ് ദാനും മോർ ദാനും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. ഇനി ലെസ് ദാനും മോർ ദാനും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വരുമ്പോൾ നിങ്ങൾ കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. സംഗതി ഇത്രേ ഉള്ളൂ. ലെസ് ദാനും മോർ ദാനും ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ദേ ഇവിടെ നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. സംഗതി വേറൊന്നുമല്ല, ഇതാ ഇവിടെ നോക്കിക്കോട്ടോ. നമ്മുടെ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഉണ്ടല്ലോ, അതിൻ്റെ വാല്യൂവിൻ്റെ പ്രത്യേകത പറഞ്ഞേ, അത് ഏറ്റവും ചെറുത്
ഓക്കെ, ഏറ്റവും ചെറുതെന്ന് തുടങ്ങിയിട്ട് എന്ത് ചെയ്യും, ഏറ്റവും വലുതിലേക്ക് പോകും. ഓക്കെ, ഏറ്റവും വലിയ സംഖ്യയിലേക്ക് പോകും. ചെറുതെന്ന് തുടങ്ങിയിട്ട് വലുതിലേക്ക് പോവുക. 10 തുടങ്ങിയിട്ട് അവസാനിച്ച് 100ലാണ്. എന്നാൽ മോർ ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി നേരെ തിരിച്ചാണ്. മോർ ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെ വരുന്നത്, നേരെ തിരിച്ചാണ്. അഥവാ അതിൻ്റെ ടേണിംഗ് പോയിന്റ് നേരെ തിരിച്ചാൽ സംഭവിക്കുക. എങ്ങനെയാണ് കാണിച്ചു തരാം, നോക്കിക്കോട്ടോ. അതായത് മോർ ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി വരുന്നത് നേരെ തിരിച്ചാണ്. ഏറ്റവും വലിയ സംഖ്യയിൽ നിന്ന് ചെറുതിലേക്കാണ് പോവുക. ലാർജസ്റ്റ് ആയിട്ടുള്ളതിന് എന്ത് ചെയ്യും, സ്മോളസ്റ്റ് ആയിട്ടുള്ളതിലേക്ക് പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏറ്റവും സ്മോൾ ആയിട്ടുള്ളതിന് ലാർജിലേക്ക് പോവുകയാണെങ്കിൽ അത് ലെസ് ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. മോർ ദാൻ എന്ത് ചെയ്യുക, നേരെ തിരിച്ച് ലാർജിന് സ്മോളിലേക്ക് പോവുക. നോക്കിയാൽ നിങ്ങളിവിടെ ഈ പറഞ്ഞ 100 പിന്നെ നേരെ എത്തിയത് 12ലേക്കാണ് അല്ലേ. അപ്പോൾ വലുതിന് നേരെ താഴത്തേക്ക് ചെറുതിലേക്ക് പോകുന്നത്. ഇവിടെ നേരെ തിരിച്ച് ചെറുതിന് നേരെ വലുതിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കുക. അപ്പോൾ സ്മോളിൽ നിന്ന് ലാർജിക്ക് പോവുകയാണെങ്കിൽ ലെസ് ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി, അഥവാ എന്ന് വെച്ചാൽ എന്താണ് ഈ പറഞ്ഞ മോർ ദാൻ എന്ന് പറയുന്നത് ലാർജിന് സ്മോളിലേക്ക് പോകുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ഇത്രയും കാര്യം വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഈ വാല്യൂസ് ഒക്കെ നമുക്കിവിടെ കിട്ടിക്കഴിഞ്ഞു, ആ വാല്യൂസ് കൃത്യമായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി, ഇത് വെച്ച് നമ്മൾ നേരെ ഒരു ഈ പറഞ്ഞിരിക്കുന്ന ഡയഗ്രാം വരച്ചാൽ മാത്രം മതി. അപ്പോൾ നോക്കിക്കോട്ടെ, ആ ഡയഗ്രാം വരയ്ക്കാൻ വേണ്ടി സിമ്പിളാണ്. ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഒരു എക്സ് ആക്സും വൈ ആക്സും ഞാൻ റെഡിമെയ്ഡ് ആക്കി വെച്ചിട്ടുണ്ട്. ആ റെഡിമെയ്ഡ് വെച്ചിട്ട് ഞാൻ ചെയ്ത് കാണിച്ചിട്ട് നോക്കിക്കോട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മളിവിടെ ക്ലാസ്സുകൾ മാർക്ക് ചെയ്യാണ് എക്സ് ആക്സിൽ ചെയ്യേണ്ടത്. ആ ക്ലാസ് മാർക്ക് ചെയ്യാൻ നോക്കിക്കോളൂ. 0, 10, 20, 30, 40, 50, 60. 60ൻ്റെ ആവശ്യമില്ല, എന്നാലും നമ്മളൊരു ഭംഗി കിട്ടു വെച്ചതാണ്. ഇനി ബാക്കി നമ്മുടെ മാക്സിമം ഫ്രീക്വൻസി 100 ആണല്ലേ. അത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് 5, 10 വെച്ചിട്ടാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. 5, 10, 15, 20, 25, 30, 35, 40, 45, 50. ഓക്കെ, 50 വരെയായി. ഇനി അതേപോലെ ബാക്കി ഒരു 50, 55, 60, 65, 70, 75, 80, 85, 90, 95, 100. ഓക്കെ, നമ്മുടെ മാക്സിമം ഫ്രീക്വൻസി ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ നോക്കുക, ആദ്യം നമ്മൾ ലെസ് ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി തുടങ്ങുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ നോക്കുക, ലെസ് ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എവിടെ നിന്ന് തുടങ്ങുന്നത്, 10 നിന്നാണ് തുടങ്ങുന്നത്. 10 തുടങ്ങിയപ്പോൾ നമ്പർ എത്രയായിരുന്നു, 10 ആയിരുന്നു. 10 എത്രയായിരുന്നു, 10ൽ 10 ആണല്ലേ. അപ്പോൾ 10 എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ക്ലാസ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ തുടങ്ങുമ്പോൾ 10 എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുന്ന പോയിന്റ് ഞാൻ ആദ്യം മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, നെക്സ്റ്റ് 20 എന്നാണ് തുടങ്ങിയത്. അടുത്ത പോയിന്റ് 20 ആണ്. അവിടെ ഫ്രീക്വൻസി എത്രയായിരുന്നു, ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി 26 ആയിരുന്നു. 20 എത്തിക്കഴിഞ്ഞപ്പോൾ ഫ്രീക്വൻസി 26 ആയിരുന്നു. അപ്പോൾ 20 എത്തിക്കഴിഞ്ഞപ്പോൾ ഫ്രീക്വൻസി 26 മാറി. ഏകദേശം എന്താ ഈ ഒരു പോയിന്റിലാണ് വരിക. ആ ഒരു പോയിന്റും ഞാനിവിടെ വരച്ച് വെച്ചു. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നമുക്ക് വരുന്നത് ഈ പറഞ്ഞിരിക്കുന്ന 30ലാണ്. 30 വന്നപ്പം 66ലേക്ക് പെട്ടെന്നൊരു കുതിപ്പായിരുന്നു അല്ലേ. 30 നേരെ 26 നേരെ 66ലേക്ക് പോയി. 30 എത്തിയപ്പം പെട്ടെന്നൊരു കുതിപ്പായിരുന്നു. അപ്പോൾ ആ 30 നേരെ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. 66 എന്ന് കിട്ടി. എത്ര കിട്ടിയത്, 66. ഏകദേശം എന്താ ഈ ഒരു റീജിയനിലാണ് വരിക. ഓക്കെ, 66 മാർക്ക് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് 40 എത്തിക്കഴിഞ്ഞപ്പം എത്രയാണ്, 88ലേക്ക് വീണ്ടും കുതിച്ചു അല്ലേ. 40 എത്തിക്കഴിഞ്ഞപ്പം വീണ്ടും 88ലേക്ക് പോയി. അപ്പോൾ ആ ഒരു ഏരിയ ഞാനിവിടെ മാർക്ക് ചെയ്തേക്കാണ്. 40 എത്തിക്കഴിഞ്ഞപ്പം 88, ഏകദേശം ഈ ഒരു റീജിയൻ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു റീജിയനും മാർക്ക് ചെയ്ത് വെച്ചു. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് 50 എത്തിക്കഴിഞ്ഞപ്പോൾ എത്രയാണ് എത്തിയത്, 100 ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എത്തിയത്. അതിലേക്ക് ഞാൻ നേരെ പോകുന്നു. അപ്പോൾ നോക്കി, നിങ്ങളുടെ 50 എത്തിയപ്പോൾ നേരെ 100ലേക്ക് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി വന്നത് അല്ലേ. അപ്പോൾ 100 ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി. ഏകദേശം നമ്മുടെ പോയിന്റ് ഇവിടെ ആയിട്ടാണ് വരിക. ഓക്കെ, ആ പോയിന്റ് അത്രയും ഞാൻ മാർക്ക് ചെയ്ത് വെച്ചു. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പോയിന്റുകളെ പരസ്പരം ഞാൻ ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണ്. അതൊരു സ്കെയിൽ വെച്ചിട്ട് വേണ്ടോ നിങ്ങൾ വരയ്ക്കാൻ. സ്കെയിൽ വെച്ചിട്ട് വേണം വരയ്ക്കാൻ. ഇങ്ങനെ വരച്ചു വെക്കുക. ഓക്കെ, വരച്ചു വെക്കുക. ഇനി ഇതൊരിക്കലും എയറിൽ നിൽക്കാൻ പാടില്ല. ഒരു ലൈനും എയറിൽ നിൽക്കില്ല. അത് നമ്മൾ നിലത്ത് തട്ടിക്കണം. എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അത് അവസാനം നമുക്ക് ചെയ്യാം. ഇനി അടുത്ത് നോക്കുക, ഇപ്പം നമ്മൾ വരച്ചത് ലെസ് ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് വരച്ചത് അല്ലേ. ലെസ് ദാൻ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസിയാണ് നമ്മൾ വരച്ചത്. അത് വെച്ചിട്ട് നമ്മൾ ലെസ് ദാൻ ഒജീവ് വരച്ചു വെച്ചു. നെക്സ്റ്റ് നോക്കുക, മോർ ദാനാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. സ്റ്റാർട്ടിങ് എത്രയാണ് തുടങ്ങുന്നത്, 0 നിന്നാണ് തുടങ്ങിയത് അല്ലേ. 0 നിന്നായപ്പോൾ എത്രയാണ് തുടങ്ങിയത്, 100 വെച്ചിട്ടാണ്. അപ്പോൾ 0 ആയിരുന്ന സമയത്ത് ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയായിരുന്നു, 100 ആയിരുന്നു. 0 ആയിരുന്ന സമയത്ത് എത്രയായിരുന്നു ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി, 100. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഇതാ ഇവിടെ മാർക്ക് ചെയ്തു. രണ്ടാമത്തെ പോയിന്റ് 10 ആയി കഴിഞ്ഞപ്പോൾ എത്ര ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി തന്നെ, അത് 90ലേക്ക് മാറി അല്ലേ. അപ്പോൾ 10 ആയി കഴിഞ്ഞപ്പോൾ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി നേരെ 90ലേക്ക് മാറുകയാണ് ചെയ്തത്. ആ ഒരു പോയിന്റും ഞാനിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് 20 ആയപ്പോൾ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയിലേക്ക് മാറിയത്, 74 വീണ്ടും കുറഞ്ഞു. 20 ആയി കഴിഞ്ഞപ്പം ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി വീണ്ടും 74 കുറഞ്ഞു അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആ ഒരു പോയിന്റ് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഈ പറഞ്ഞ 20 ആയപ്പം. ഇനി അടുത്തത് 30 ആയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, 30 ആയി കഴിഞ്ഞപ്പോൾ വീണ്ടും കുറഞ്ഞു. 30 ആയപ്പോൾ എത്രയാണ് കുറഞ്ഞത്, വേറെ എത്രയല്ല കുറഞ്ഞത്, 30 ആയപ്പോൾ കുറഞ്ഞത് ഈ പറഞ്ഞതുപോലെ
നമുക്ക് എത്ര കുറഞ്ഞത് 34 പെട്ടെന്നൊരു കുറച്ചിലായിരുന്നു അല്ലേ 30 കഴിഞ്ഞപ്പം ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 34 കുറഞ്ഞു ഏകദേശം ഈ ഒരു റീജിയനിലാണ് നമുക്ക് വരിക ഓക്കെ യെസ് ആ ഒരു റീജിയൻ ഇവിടെയാണ് നമുക്ക് വരിക നെക്സ്റ്റ് അടുത്ത നമുക്ക് വന്നത് 40 ആയി കഴിഞ്ഞപ്പോൾ എത്രയും മാറി ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നേരെ 12 എത്തുകയാണ് ചെയ്തത് 12 എത്തുകയാണ് വീണ്ടും കുറയാണ് ചെയ്തത് അല്ലേ അപ്പം 40 ആയപ്പോൾ എത്ര എത്തി 12 എത്തി ഏകദേശം ഈ ഒരു റീജിയനിലാണ് നമുക്ക് വരിക ഓക്കെ ഈ ഒരു റീജിയനിലാണ് വരിക ഇനി ഇത്രയും പോയിന്റ്സ് നമുക്ക് കിട്ടി ആ പോയിന്റുകൾ നമുക്ക് ഇവിടെ കിട്ടിയതിന് എന്ത് ചെയ്യാം ഈ പറഞ്ഞ ലൈൻ ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യുന്നു ജോയിൻ ചെയ്യുന്നു ഓക്കെ ജോയിൻ ചെയ്ത് വെച്ചു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഈ ലൈനെ ജോയിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക ഇനി ചെയ്യേണ്ട കാര്യം ഇതിനെ എയറിൽ നിർത്താൻ പാടില്ല എന്ന് പറഞ്ഞു അല്ലേ നമുക്കറിയാം ക്ലാസ് തുടങ്ങിയ 0-ലാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഈ ലൈനെ നേരെ 0-ലേക്ക് എത്തിക്കുക ക്ലാസ് അവസാനിച്ച എത്രയിലാണ് അത് 50-ലാണ് അവസാനിച്ചത് അല്ലേ ഈ ലൈനെ നമ്മൾ നേരെ എന്ത് ചെയ്യുക 50-ലേക്ക് എത്തിക്കുക കഴിഞ്ഞു ഇത്രയുള്ള നമ്മുടെ ഒജീവിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ വരച്ചതാണ് മോർ ദാൻ ഒജീവാണ് വരച്ചത് ഓക്കെ മോർ ദാൻ ഒജീവാണ് നമ്മൾ വരച്ചത് ഇവിടെ നമ്മൾ ആദ്യം വരച്ചതാണ് ലെസ് ദാൻ ഒജീവാണ് നമ്മൾ ആദ്യം വരച്ചത് ഓക്കെ ഇനി ഇവർ രണ്ടുപേരും കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ് ഉണ്ടല്ലോ ഈ കൂട്ടിമുട്ടിയ പോയിന്റ് ഉണ്ടാവുമല്ലോ ഈ പോയിന്റ് നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നതാണ് എന്ത് ഈ പറഞ്ഞിരിക്കുന്ന മീഡിയൻ എന്ന് പറഞ്ഞത് ഓക്കെ അപ്പോൾ മീഡിയൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക ഇതാണ് നിങ്ങൾ ചെയ്ത് വെക്കേണ്ട ഒജീവ് എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഒജീവിൽ ഇത് കിട്ടുന്നത് കോഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും ഓ ഗിവ് മീ എന്ന് പറയും അല്ലേ ഓ ഗിവ് മീ എന്ന് പറഞ്ഞാൽ എനിക്ക് തരുന്നതാണല്ലേ ഇത് ലോപിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഒരു വാക്കാണ് എന്ത് ഒജീവ് എന്നാണ് മീഡിയൻ എന്ന് പറയുന്നത് ഓക്കെ ഒജീവ് മീഡിയൻ എന്നുള്ളൊരു സംഗതി ഉണ്ടായത് ഓക്കെ അപ്പോൾ ഈ മീ എന്ന് പറയുന്നത് ഇവിടുത്തെ മീഡിയനാണ് ഗിവിൻ്റെ ഗിവ് തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് ഓയുടെ ഓയാണ് ഇവിടെ വന്നിട്ടുള്ളത് അങ്ങനെയാണ് ഒജീവിൽ നമ്മൾ മീഡിയം കാണിക്കുന്നത് അപ്പോൾ ഒജീവ് വരക്കുക എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ജസ്റ്റ് ഒന്നും കൂടി നോക്കുക എന്തൊക്കെ നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കാരണം എന്ന് പറയുന്നത് ആദ്യം ക്ലാസ് നമ്മൾ എന്താ ചെയ്തതെന്ന് ആദ്യം പറഞ്ഞു വെച്ചു ദെൻ നെക്സ്റ്റ് ഞാനിവിടെ പറഞ്ഞു വെച്ചത് ഈ പറഞ്ഞ ലെസ് ദാനിൽ നമ്മൾ എന്തെടുക്കണം മോർ ദാനിൽ എന്തെടുക്കണം എന്നാണ് പറഞ്ഞത് ഓക്കെ പിന്നെ നമ്മളിവിടെ പറഞ്ഞു വെച്ചത് ഈ പറഞ്ഞിരിക്കുന്നത് ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി നമ്മൾ അപ്പർ ലിമിറ്റ് എടുത്ത് ചെയ്തു മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഈ പറഞ്ഞ ലോവർ ലിമിറ്റ് എടുത്തിട്ടാണ് ചെയ്തത് അതും നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തുവോളൂ ലാസ്റ്റ് വൺ നമ്മൾ ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കുകയാണ് ചെയ്തത് ഓക്കെ എന്നിട്ട് അവർ പരസ്പരം കൂട്ടിമുട്ടുന്ന പോയിന്റ് നേരെ താഴത്തേക്ക് ഡോട്ടർ ലൈൻ വരച്ചു അങ്ങനെ വരച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി മീഡിയം കിട്ടി ഓക്കെ ആണല്ലോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കർവ് വെച്ച് നമുക്ക് വരയ്ക്കാനുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മളോട് കർവ് വെച്ച് വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കാര്യം വൃത്തിയായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ വരച്ചു നോക്കുക വൃത്തിയായിട്ട് വരച്ചു നോക്കാം ഈ ക്വസ്റ്റ്യൻ തന്നെ ഒന്ന് ചെയ്ത് വൃത്തിയായിട്ട് വരച്ചു നോക്കാം നിങ്ങൾക്ക് കിട്ടുന്ന ഏകദേശം ഇതുപോലുള്ള കർവായിരിക്കും ഇത് വരച്ച് പഠിച്ചു കഴിഞ്ഞാൽ മക്കളെ ഉറപ്പിച്ചോ പരീക്ഷയ്ക്ക് മിനിമം 5 മാർക്ക് ഓക്കെ മീഡിയൻ കൂടി കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 മാർക്കിന് ചോദ്യമായിരിക്കും അപ്പോൾ ആ മാർക്ക് കളയരുത് വീണ്ടും കാണാം ഓൾ ദി ബെസ്റ്റ് ബൈ